നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു. അതാണ് റാപ്പിഡ് ഫയറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് അവരുടെ വാഹനത്തെ പറ്റിയുള്ള പരാതികളോ പരിഭവങ്ങളോ ഒന്നും പറയാനൊരു വേദിയില്ല. അങ്ങനെ ഒരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫയർ. അതുകൊണ്ട് നിങ്ങൾക്ക് വാഹന സംബന്ധിയായ ഏത് കാര്യങ്ങളും തുറന്നു പറയാവുന്നൊരു വേദിയാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ ഇന്ന് റാപ്പിഡ് ഫയർ നമ്മോടൊപ്പം അവതരിപ്പിക്കുന്നത് ആപ്പിൾ R&D ക്ലാസ്സസ് എന്ന സ്ഥാപനമാണ്. എന്താണ് ആപ്പിൾ R&D ക്ലാസ്സസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് NCLEX R&D എന്ന് പറയുന്ന ഒരു പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നാഷണൽ കൗൺസിൽ ലൈസൻസർ എക്സാമിനേഷൻ എന്നാണ് NCLEX എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഈ ഒരു NCLEX R&D പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നൊരു സ്ഥാപനമാണ് ആപ്പിൾ R&D ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. 2016 മുതൽ ഈ ഒരു സ്ഥാപനമുണ്ട്. ധാരാളം, അതായത് 10,000-കണക്കിന് നേഴ്സുമാർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുള്ളതെന്നുള്ളത് ഇവരുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അമേരിക്കയിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ആരാണ് നിങ്ങളത് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡോക്ടർ അനില സൈമണാണ് നിങ്ങളെ ഈ ഒരു ക്ലാസ്സുകൾക്ക് സജ്ജമാക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നത്. അനിലയെപ്പറ്റി പറയുകയാണെങ്കിൽ, അനില അമേരിക്കയിൽ നിന്നും നേഴ്സിംഗിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. കൂടാതെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ചേംബർലൈൻ സ്കൂൾ ഓഫ് നേഴ്സിംഗിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത്രയും മിടുക്കരായ ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ആപ്പിൾ R&D ക്ലാസ്സസിലുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സിൻ്റെ രീതി എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആപ്പിൾ R&D ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ മതി. 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഗംഭീര ചാനലാണ്. അതിൽ ഡോക്ടർ അനില സൈമൺ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ നമ്പർ കൊടുക്കും. കൂടാതെ വെബ്സൈറ്റിലൂടെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ ആപ്പിൾ R&D ക്ലാസ്സിൻ്റെ അസോസിയേറ്റ്സ് ഉണ്ട്. അവർ നിങ്ങൾക്ക് പേഴ്സണലി കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക. എന്തായാലും ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന നേഴ്സുമാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു NCLEX R&D എന്ന് പറയുന്ന പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ ആപ്പിൾ R&D ക്ലാസ്സസ് സഹായിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ആപ്പിൾ R&D ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബൈജു നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന നേഴ്സുമാർക്ക് ഒരു 10% ഫീസ് ഇളവ് കൂടി ആപ്പിൾ R&D ക്ലാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിലേക്ക് പോകുന്നു, നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് പേയ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ബൈജു നായർ എന്നുള്ളതിൻ്റെ BNN എന്ന് പറയുന്ന ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 10% ഫീസ് ഇളവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഉടൻ തന്നെ വെബ്സൈറ്റിലേക്ക് പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നല്ല മഴയാണ്. ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാണ് സംസാരിക്കുന്നത്. കാരണം കേരളത്തിലെ മഴയുടെ കാര്യം അറിയാമല്ലോ. അങ്ങനെ പെട്ടെന്ന് നിൽക്കും എന്ന് കരുതി ഷൂട്ട് നീട്ടി വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഉടമയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? രജനീഷ്. എന്ത് ചെയ്യുന്നു രജനീഷ്? ഞാൻ ലേൺലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഇന്ത്യ ആൻഡ് അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി റൺ ചെയ്യണം. ശരി. എല്ലാ രാജ്യങ്ങളിലേക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള അഡ്മിഷൻസും ചെയ്യുന്നു. ഇന്ത്യയിൽ എന്ത് അഡ്മിഷൻസ് ഒക്കെ എന്തിലേക്കുള്ള? നോർമൽ ഡിഗ്രി അഡ്മിഷൻസ് തൊട്ട് നഴ്സിംഗ്, മെഡിക്കൽ അഡ്മിഷൻ ഗൈഡൻസ്, അങ്ങനെയുള്ള എല്ലാ കോളേജിലേക്കുള്ള അഡ്മിഷൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഡിഗ്രിക്കൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഏജൻസിയെ സമീപിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കോളേജുകളിലേക്ക് ഏജൻസിയെ സമീപിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇപ്പോൾ വാല്യൂ ആഡഡ് പ്രോഗ്രാംസ് പല കോളേജിലും റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കോളേജിലേക്കുള്ള അഡ്മിഷൻസും നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ലേൺലി എഡ്യൂക്കേഷൻ. കൊച്ചി തന്നെയാണ്? ബാംഗ്ലൂരും കൊച്ചിയിലും. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളതുകൊണ്ട് കാര്യമായ രീതിയിൽ ഓട്ടമുള്ള ആളായിരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും. അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ടാണോ ഫോർച്യൂണറിലേക്ക് എത്തിയത്? അതെ, തീർച്ചയായിട്ടും. എന്താണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള സേഫ്റ്റിയാണോ ഉദ്ദേശിച്ചത്, അതോ എന്താണ്? അത്യാവശ്യം സേഫ്റ്റി ആയിട്ടുള്ളൊരു വണ്ടി, പിന്നെ ഇന്ത്യൻ റോഡുകളിലേക്ക്, കേരളത്തിലെ റോഡുകളിലേക്ക് പറ്റുന്നൊരു വണ്ടിയാവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫോർച്യൂണർ ആകുമ്പോൾ അത്യാവശ്യം സിറ്റി ഡ്രൈവും ചെയ്യാം, അതുപോലെ തന്നെ ഹൈവേയിൽ ഡ്രൈവും ചെയ്യാം. ഇനി കുറച്ച് റോഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കൂടെ വണ്ടി കൊണ്ട് പോകാം എന്നുള്ള ഒരു സൗകര്യമുള്ളതുകൊണ്ടാണ് ഫോർച്യൂണറിലേക്ക് എത്തിയത്. എങ്കിലും കേരളത്തിലെ റോഡുകളെ പറ്റി എപ്പോഴും നമ്മൾ പറയുന്നത് വളരെ ചെറിയ റോഡുകളാണ്, വലിയ വണ്ടികൾ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും എന്നോട് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം ഒന്ന് സൈഡാക്കി തരാറാണ് പതിവ്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഈ സെഗ്മെന്റിലെ മറ്റേതെങ്കിലും വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നോ? എനിക്ക് എൻഡേവർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എൻഡേവർ ആ സമയത്ത് നിർത്തിയ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അതിലേക്ക് പോയില്ല. ഇതിനെപ്പറ്റി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ബോഡി റോള് പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ഹൈ റേഞ്ചൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോഡി റോള് ഫീൽ ചെയ്തു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കൂടുതലും ഫ്രണ്ട് സീറ്റിലിരുന്നാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ
അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ മുൻ എഡിഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ബോഡി റോള് കുറവാണ്. പിന്നെ നമ്മൾ ഈ ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതിനത്ര ഡിപ്രീസിയേഷൻ ഇല്ലാത്തൊരു വണ്ടി കൂടിയാണ്. നമ്മൾ ഇന്ന് മേടിച്ചിട്ടാലും നമുക്ക് നാളെ വെക്കുകയാണെങ്കിലും വലിയ ഡിപ്രീസിയേഷൻ ഒന്നും വരാതെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഇത് ഓക്കെയാണ്. എങ്കിലും ഇത് വാല്യൂ ഫോർ മണി ആണോ, അല്ലെങ്കിൽ ഇത്രയും പൈസകളുണ്ടോ? ഇത്രയും പൈസക്കുള്ളില്ല, പക്ഷെ നാളെ കൊടുക്കുമ്പോൾ ഈ പൈസ കിട്ടുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതെ, ശരിയാണ്. അത് ന്യായ കാര്യമാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ ഈ വിലയൊന്നും ഫോർച്യൂണറില്ല. പക്ഷേ ഇവിടെ ഏറ്റവും വിലയുണ്ട് തന്നെയല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോമ്പറ്റീറ്ററും ഇല്ല അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ആകെ പറയാവുന്ന MG ഗ്ലോസ്റ്ററാണ്, പക്ഷേ അത് അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ. പിന്നെ ഈ ഒരു വണ്ടിക്ക് മറ്റു വണ്ടികൾ അത്ര ഫീച്ചേഴ്സ് കുറവാണ്. ഇപ്പോൾ അഡാസും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒന്നും കൊടുത്തില്ലെങ്കിൽ, സൺറൂഫ് ഒന്നും ഇല്ലെങ്കിലും ഒരു 360 പോലും കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. സത്യം. എന്നിട്ട് പോലും ഈ വില വാങ്ങിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി അല്ല, പക്ഷേ നമ്മൾ വാങ്ങിച്ചാൽ ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. കുറച്ചു കാലം കഴിഞ്ഞാലും ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? ഡ്രൈവിംഗ് കംഫർട്ട്. ഡ്രൈവിംഗ് കംഫർട്ട് പറയുമ്പോൾ അത്രയും ഉയരത്തിലിരുന്നിട്ട് നമുക്ക് ഒരു അത്യാവശ്യം പ്രൗഡോടി കൂടി വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാമെങ്കിൽ എന്താണ് പറയാവുന്നത്? അതിന് ഇതിന് ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. പിന്നെ ടൊയോട്ട വണ്ടികൾക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഒരു 30,000 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി നമ്മളൊരു 120 എബോ ഒക്കെ പോയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ജർക്കിങ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് അത് സ്കിം ചെയ്യാത്തതുകൊണ്ടാണ്. ആ സ്കിം ചെയ്താൽ റെഡിയാവും, പക്ഷെ അത് അങ്ങനെ വണ്ടിക്ക് അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ എത്ര ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ദൂരം എവിടെ ആയിരിക്കും? ഇവിടുന്ന് ചെന്നൈ പോയി, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ട് സിംഗിൾ സ്ട്രക്ചറിൽ. ഏകദേശം ഒരു 600, 300, 900 കിലോമീറ്ററൊക്കെ സിംഗിൾ സ്ട്രക്ചറിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പർപ്പസ് ഇതായതുകൊണ്ട് നമ്മൾ അങ്ങനെ മൈലേജ് നോക്കാറില്ല. എന്നാലും ഒരു 9 to 11 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് ഹൈവേയിലും കിട്ടും. ഹൈവേയിൽ നമ്മൾ ഒരു 1800 ആ റേഞ്ചിൽ പോകാന്നുണ്ടെങ്കിൽ 12+ നമുക്ക് മൈലേജ് കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു യാത്ര ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു സ്പീഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാറില്ല. ഒരു 9 to 11 നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്. സർവീസ് കോസ്റ്റ് ടൊയോട്ട സംബന്ധിച്ച് വളരെ കുറവാണ്. എങ്കിൽ പോലും എത്രയൊക്കെയാണ്? ഒരു 8,000 തൊട്ട് 10,000 രൂപ വരെ സർവീസ് അത്ര വരാം. ശരി. അത് ഇയർലി വൺസ് ആണോ? 10,000 കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്യാറ്. 10,000 രൂപയിൽ 10,000 കിലോമീറ്റർ 10,000 രൂപ അത്രേ വരുള്ളൂ. അത്ര വരാം. അതൊക്കെ ശരിക്കും ഈ വിലയുള്ള വണ്ടിയെ സംബന്ധിച്ച് വളരെ കുറവാണ്. പക്ഷെ ആദ്യം തന്നെ പൈസ മുഴുവൻ വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പുതിയൊരു കാലഘട്ടത്തിൽ ഇലക്ട്രിക് വണ്ടികളൊക്കെ ധാരാളം വന്നല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് വണ്ടി നോക്കിയിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു അഭിപ്രായം? ഇലക്ട്രിക് വണ്ടി നമുക്കൊരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു ഇനീഷ്യലി ഉള്ള ഒരു തള്ളിച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടാത്തൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൊയോട്ട ആദ്യം പൈസ മേടിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ എണ്ണ അടിക്കാനുള്ള പൈസ ഇവർ ആദ്യം മേടിക്കുന്നു. പിന്നെ ഇതിന്റെ ബാറ്ററി 7 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീപ്ലേസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താവുന്നുള്ള അറിയില്ല. പിന്നെ പല വണ്ടികൾക്കും ഈ പറയുന്ന റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലരും പറയാറുണ്ട്. പിന്നെ ചാർജിങ്ങിന്റെ ടൈം എടുക്കുന്നത് ഇതെല്ലാം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അത്ര ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വാങ്ങിക്കാൻ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇനി ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് നിരത്തിൽ മൊത്തം നിറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചിന്തിക്കും. എന്തായാലും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചിന്തിക്കും. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണോ? ഇതൊരു 65. എത്ര കാലം ഉപയോഗിക്കാനാണ് പരിപാടി? ഞാനൊരു 5 year ആണ് ഞാൻ വണ്ടി ഉപയോഗിക്കുക. ഒഴിവാക്കില്ല, കയ്യിൽ തന്നെ കൊണ്ടുവരാൻ. ഇപ്പോൾ ഒരു 2.5 വർഷം. അതിനുശേഷം എന്തായിരിക്കും? ഇതിനും വലിയൊരു SUV എന്ന് പറയുന്നത് വളരെ പ്രീമിയം വണ്ടികളിലേക്ക് പോകേണ്ടി വരും. അത് തന്നെ ആയിരിക്കും അതിനുശേഷം? ഞാൻ ടൊയോട്ട റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലെക്സസോ അങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് പോകാനാണ് കൂടുതലായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ ടൊയോട്ട ഏതെങ്കിലും വണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുള്ള. ലെക്സസ് ആകുമ്പോഴത്തേക്കും ഹൈബ്രിഡ് ആണ്, കുറച്ചുകൂടി മൈലേജും കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഈ പറഞ്ഞ ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിൽ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മാത്രം ഉണ്ടാവില്ല, കാരണം ഈ റീസെയിൽ വാല്യൂ ടൊയോട്ടയ്ക്കുള്ള അത്രയും റീസെയിൽ വാല്യൂ നേരത്തിന് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞാൽ ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ ഈ സ്ഥലം വാങ്ങിക്കുന്ന പോലെ അതിന് എപ്പോഴും പറയും, ഒന്നുകിൽ വാങ്ങിച്ചതിനൊക്കെ കൂടുതൽ പൈസ കിട്ടും, അല്ലെങ്കിൽ വാങ്ങിച്ച പൈസ എങ്കിലും കിട്ടും എന്നുള്ളതാണ് ടൊയോട്ടയുടെയും അതുപോലെ ഈ ലെക്സസ് ഒരു പരിധി വരെ എന്ന് പറയാം. എന്തായാലും അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് കണ്ടത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സേഫ്റ്റിയാണ്, മൈലേജിലൊക്കെ ഉപരി. അത് ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല. തന്നെയല്ല ഒരു സിറ്റി ബസ്സിൻ്റെ ഹൈറ്റും അല്ലേ, ആ ഒരു സംഭവം എല്ലാവരും നമുക്ക് വണ്ടി ഓടിക്കാം, എല്ലാം കണ്ട് യാത്രയൊക്കെ കണ്ട്. അതെ, അതൊക്കെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, രാവിലെ കണ്ടതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ബെൻസിൻ്റെ GLC 300 ഫോമാറ്റിക്കിൻ്റെ ഉടമയാണ്. നമസ്കാരം. പേര്? കമാൻഡർ മധു. കമാൻഡറാണ്. അതെ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ, ശരി. ഇതെന്താണ് ഇങ്ങനെ ഒരു മാരിടൈം ബിൽഡേഴ്സ് എന്നൊരു ബാഡ്ജിങ് കാണുന്നുണ്ടല്ലോ? അതെൻ്റെ കമ്പനിയുടെ പേരാണ്. ശരി. മാരിടൈം ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
ബിൽഡിംഗ് ഐ മീൻ ഇതാണോ? അതെ, കൺസ്ട്രക്ഷൻ സൈഡിലാണ്. റിട്ടയർമെന്റിന് ശേഷം കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് ഇറങ്ങി. ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ആംഡ് ഫോഴ്സ് ആകുമ്പോഴത്തേക്കും പ്രായം കൊണ്ട് റിട്ടയർ ആയതല്ല കേട്ടോ അല്ലേ? എത്ര വയസ്സിലാണ് അവിടെ ശരിക്കും റിട്ടയർമെന്റ്? അല്ല, ഞാൻ ഷോർട്ട് സർവീസ് ആയിരുന്നു. അപ്പം 14 years കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഓ ശരി. അതിനുശേഷം നേരെ ഈ ഇതിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം കോർപ്പറേറ്റിൽ കുറച്ച് നാൾ ഒരു 2-3 years വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ തന്നെ ബിസിനസ്സിലോട്ടും സൈഡായിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അതൊന്നും ഒരു ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ ഷിഫ്റ്റ്. ശരി. മാരിടൈം ബിൽഡേഴ്സ് എന്ന് ഇടുന്നത് ഈ പഴയ ജോലിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണോ മാരിടൈം ബിൽഡേഴ്സ്? നേവി റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് മാരിടൈം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്? കമേഴ്ഷ്യലും കമേഴ്ഷ്യലും റെസിഡൻഷ്യലും. അതിലിപ്പം ഒരു 15 floor അപ്പാർട്ട്മെന്റ് ചെയ്തു. പിന്നെ 2 ഓൺഗോയിങ് പ്രോജക്റ്റ്, അതായത് ഒരു 9 floor ഒരു G+4, പിന്നെ ഒരു അപ്കമിംഗ് പ്രോജക്റ്റ് ആയിട്ട് ഒരു G+4. അപ്പോൾ പനമ്പള്ളി നഗർ MG റോഡിലുമായിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. പനമ്പളറിലുണ്ട്. ശരി. അത് എവിടെയായിട്ടാണ് പനമ്പളറിൽ? നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെയാണല്ലോ. അതെ, ജസ്റ്റിസ് കൃഷ്ണയ്യർ റോഡിൽ. അവിടെ. ഓക്കെ. ശരി. അപ്പോൾ ഒരു വലിയൊരു യൂട്ടേൺ ആയിരുന്നല്ലോ കരിയറിൻ്റെ കാര്യത്തിൽ എടുത്തത് അല്ലേ? അതെ, കരിയറിന്റെ കാര്യത്തിൽ എടുത്തതെന്നല്ല, ആക്ച്വലി പൊതുവേ നേവിനൊക്കെ ഇറങ്ങുന്നവർക്ക് ഈ പനമ്പള്ളി നഗറിനോട് ഒരു ചെറിയ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പം അങ്ങനെ വന്നിപ്പോൾ ഇവിടെ തന്നെ ഒരു ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റ് നോക്കണം എന്നുണ്ടായിരുന്നു. നോക്കിയപ്പം എല്ലാം റേറ്റ് ഭയങ്കര കൂടുതൽ. അപ്പോൾ സ്വന്തമായിട്ട് പണിത് മറ്റുള്ളവർക്കും കൂടെ കൊടുത്തു. അവിടെ തന്നെയാണോ താമസിക്കുന്നത്? അവിടെ തന്നെ. ശരി. അപ്പോൾ കൊച്ചി ബേസ്ഡ് ആയിട്ട് നിൽക്കാനാണോ അതോ ഇനി മൊത്തം കേരളത്തിലേക്ക് മാരിടൈം ബിൽഡേഴ്സ് വരുമോ? മൊത്തം കേരളത്തിലോട്ട് വരുത്താനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും കേരളത്തിലേക്ക് മുഴുവൻ ഈ പറഞ്ഞ പോലെ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പറ്റിയൊരു വാഹനം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, GLC. എത്ര കാലമായി വാങ്ങിച്ചിട്ട്? ഇത് നവംബറിൽ എടുത്താൽ ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ. ശരി. എന്തുകൊണ്ടാണ് GLC? കാരണം ഈ സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻസിൻ്റെ BMW X5 ആകാം, അല്ലെങ്കിൽ Audi Q5 ആകാം. എന്തുകൊണ്ട് GLC? മെർസിഡീസ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്, കാരണം പണ്ടോടെ ഒരു ലക്ഷറി വെഹിക്കിൾ എന്ന് പറയുമ്പം ആ ഒരു മെർസിഡീസിൻ്റെ ബ്രാൻഡിനോടുള്ള താല്പര്യം കൊണ്ട് അതെടുത്തു. എന്തുകൊണ്ട് GLC എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സെൽഫ് ഡ്രൈവായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കോമ്പാക്റ്റ് ആവണം, എന്നാൽ എല്ലാ ലക്ഷറി ഇതും വേണം. അപ്പം ഫുള്ളി ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. ഇപ്പം നവംബറിൽ ലോഞ്ച് ആയതുള്ള, ഐ തിങ്ക് ഒക്ടോബറിലാണ് ലോഞ്ച് ആയത്. അപ്പോൾ അതുകൊണ്ട് അന്നേരം അവർ തന്നെ അഡ്വൈസ് ചെയ്തു, സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ GLE-യെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത്, കാരണം കൊണ്ടു നടക്കാനും പാർക്ക് ചെയ്യാനും, എസ്പെഷ്യലി സിറ്റിയിലൊക്കെ നമ്മൾ ഓടുന്നത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ, GLC തന്നെ പോകാൻ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ സെഗ്മെന്റിലെ മറ്റു വണ്ടികൾ ഓടിച്ച് നോക്കിയിരുന്നു, അതോ നേരെ ഇത് മതിയെന്ന് അങ്ങ് ഉറപ്പിക്കായിരുന്നോ? ഈ സെഗ്മെന്റിൽ ഓടിച്ച് നോക്കിയിട്ടില്ല. ഈ സെഗ്മെന്റിൽ ഞാൻ 2 വണ്ടിയാണ് ഞാൻ കമ്പയർ ചെയ്തത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് വോൾവോയും ഒന്ന് ഇതും കൂടെയാണ് നോക്കിയത്, XC60. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പിന്നെ ഇതിൽ തന്നെ ഹോം ഓൺ ചെയ്തു. ശരി. എന്തുകൊണ്ടാണ് വോൾവോയെക്കാളും കൂടുതൽ ഇത് ഇഷ്ടപ്പെടാൻ കാര്യം എന്തായിരിക്കും? അങ്ങനത്തെ ഒരു കമ്പാരിസൺ അല്ല. ഒന്ന് എന്താണ്, നമ്മൾ ചെറുപ്പകാലം തൊട്ടേ വോൾവോയ്ക്ക് മുന്നേ മനസ്സിൽ കയറിയൊരു ഇതാണ്, ബ്രാൻഡാണ് മെർസിഡീസ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു വെയിറ്റേജ് എപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തപ്പോഴും. വോൾവോയുടെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും അമേസിങ് ഫീച്ചേഴ്സാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു പണ്ട് തൊട്ടുള്ള ഒരു ഇഷ്ടം, അതുകൊണ്ടുള്ള ഒരു വെയിറ്റേജ് വന്നപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണോ ഈ വണ്ടിയുടെ കാര്യത്തിൽ? ഇല്ല, ഒരു 99% സാറ്റിസ്ഫൈഡ്. എന്താണ് ഒരു 1%? അല്ല, ഒരു കാര്യത്തിൽ നമ്മളങ്ങനെ 100% അതേ ഉള്ളൂ, അല്ലാതെ കുറ്റമായിട്ടൊന്നും പറയാനില്ല. കുറ്റമായിട്ട് എനിക്ക് ചില ഫീച്ചേഴ്സ് കുറച്ചൊന്നും ഇൻക്ലൂഡ് ചെയ്താൽ കൊള്ളായിരുന്നുണ്ട്. ഒന്ന് ഈ ഡാഷ് ക്യാം ഇല്ല. അപ്പോൾ അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഹാമ്പർ ചെയ്യും പല സാധനങ്ങളായിട്ട്. അപ്പോൾ അത് കമ്പനി തന്നെ നേരത്തെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ 1-2 ഫീച്ചേഴ്സ് നമ്മുടെ റോഡുമായിട്ട് നോക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തു. അതായത് ഈ കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് 2-3 പ്രാവശ്യം എനിക്ക് പണി കിട്ടി. അപ്പോൾ കാരണം എപ്പോഴും ഓൺ ചെയ്യുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കാരണം ഈ ടൈപ്പ് റോഡിലോടും അതല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടി വന്ന് ഇടിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പോലും നമ്മുടെ ഇതേ പ്രോഗ്രാമിൽ 1-2 ഇതുപോലുള്ള അഡാസ് ഫീച്ചേഴ്സ് ഇല്ല കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ വലിയൊരു അപകടം ഇങ്ങനെയാണ്. ഞങ്ങൾ അടുത്ത കാലത്ത് ശരിക്കും ബെൻസിൻ്റെ തന്നെ EQB ഓടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴും, അതുപോലെ ഹുണ്ടായി വെർണ ഓടിച്ച് വയനാട്ടിൽ പോയപ്പോഴെല്ലാം നാട്ടുകാർ ചീത്ത വിളിച്ച് നമ്മളെ നശിപ്പിച്ചു. കാരണം നമ്മൾ പോലും അറിയാതെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നു, പുറകെ ഇരുന്ന വണ്ടികൾ പിടിച്ചില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്ത്, അവരുടെ വിചാരം നമ്മളിത് അറിയാതെ വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ബ്രേക്ക് ചെയ്തെന്നുള്ള മട്ടിലാണ്. അതൊരു വലിയ അപകടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പറ്റുന്ന ഒരു സാധനമല്ല ഈ ഒരു കൊളീഷൻ വാണിംഗ് ബ്രേക്കിംഗ് ഒക്കെ പറയുന്നത്. പക്ഷേ വെളിയിലൊന്നും അങ്ങനെയല്ല.
അത്രയും എന്താ പറയുക, എല്ലാവരും മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോകുന്ന ഒരു രാജ്യത്ത് അത് ആവശ്യമാണ്. ഇവിടെ പക്ഷേ അതൊരു ഭയങ്കര ഒരു പിന്നെ ആ ഫീച്ചർ ഹൈവേയിലാണെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറബിൾ ആണ്. നമ്മൾ കാരണം ഇവിടെയുള്ള റോഡിൽ ഇപ്പോൾ നമ്മളത് ആ ഫീച്ചർ ഓൺ ചെയ്തിട്ട് നമ്മളൊരു ഫ്രണ്ടിലൂടെ ഒരു ബൈക്ക് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ പോലെ പിടിച്ചെന്ന് നിർത്തും. അപ്പോൾ അത് കാരണം വലിയ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ബ്രേക്ക് ചെയ്യേണ്ടാത്ത സമയത്താണ് അത് ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ ഫുള്ളി കൺട്രോളും എടുക്കുക, നമ്മൾ ഒന്നും ചെയ്യാനില്ല. അതെ, അതപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഓടിച്ചിട്ടുള്ളവർ, അഡാസിൻ്റെ ഈ ഫീച്ചർ ഉള്ളവർ മിക്കവാറും എല്ലാവരും ഇതേ കംപ്ലൈൻറ്റ് പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ അതിൻ്റെ ഡ്രൈവിംഗ് ക്വാളിറ്റി തന്നെയാണ് എടുത്തു പറയാനുള്ളത്, ആ കംഫർട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അപ്പോൾ ആ കംഫർട്ടും ഡ്രൈവിംഗ് എബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ ആംബിയൻസ്, പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന എല്ലാ ഫീച്ചേഴ്സും, അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻസ്. എത്ര രൂപയോ ഓൺ റോഡ്? ഐ തിങ്ക് അറൗണ്ട് 93. അപ്പോൾ ഈ 93 വേണമെങ്കിൽ ഇപ്പോൾ നല്ല റേഞ്ചുള്ള ഇലക്ട്രിക് വണ്ടി കിട്ടും, വേണമെങ്കിൽ ബെൻസിൻ്റെ തന്നെ കിട്ടും. അതിനൊക്കെ നോക്കിയിരുന്നു? ഇലക്ട്രിക്കൽ ഞാൻ ഇപ്പോഴേ നോക്കില്ല. കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. കാരണം ഇനിയൊരു എല്ലാം ഒന്ന് ആയി വരാൻ ഞാൻ, കാരണം ഇലക്ട്രിക്കിൻ്റെ സൈഡിലും കുറച്ചൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു തുടക്കം മുതലേ. ആ ഇലക്ട്രിക് ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് അപ്പോൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വണ്ടിയും അവരും ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും താല്പര്യം. ഏതായാലും ഇതെല്ലാം ഇനി സബ്സിക്വൻ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം കൺവേർട്ട് ആവും. അപ്പോൾ അതിനനുസരിച്ച് ഫെസിലിറ്റീസും കൂടും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉള്ളപ്പം വാങ്ങിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും പറയാൻ ഒരു MUBX എന്ന് പറയുന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ. അപ്പോൾ ഈ വോയിസ് കമാൻഡൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇത്രയും നമ്മളിപ്പോൾ സാറിന് ഇത്ര ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കുമ്പോൾ തന്നെ കാണുന്ന ഇഷ്ടംപോലെ ഈ എന്താ പറയുക ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ്. അത്തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കാറുണ്ടോ? എല്ലാം ഇല്ല. കാരണം ഞാൻ അധികം അങ്ങനെ ഓടിച്ചിട്ടുമില്ല. ഇത് നവംബർ തൊട്ട് ഇപ്പോൾ നോക്കിയിട്ട് ഒരു 7000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുള്ളൂ. അത് കുറവല്ല, എന്നാലും ഉണ്ട്. എന്നാലും ലോങ് റൂട്ട് 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ ഈ വർക്കിംഗ് ആവേഴ്സ് ഇതൊക്കെ ആയതുകൊണ്ട് ഷോർട്ട് ഡ്രൈവിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സമയം കിട്ടത്തില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ചില ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്ത്, ഇത് എത്ര കാലം ഉപയോഗിക്കും? മേ ബി ഒരു 3 to 4 years. അതിനുശേഷം ഇതിൻ്റെ അടുത്ത അപ്ഗ്രേഡിലേക്ക് പോകുമ്പോൾ ബെൻസിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ ബ്രാൻഡ് മാറണം? അങ്ങനെ ഞാൻ അഡമെൻ്റ് ഇല്ല, ഒരു ബ്രാൻഡ് തന്നെ വേണം എന്നുള്ള അഡമെൻ്റ് ഇല്ല. ഇതിപ്പോൾ യൂസ് ചെയ്തു, അതിൻ്റെ എന്താണെന്നുള്ള മനസ്സിലാക്കി. പിന്നെ സർവീസ് ഒന്നും മോശമില്ല, നല്ലതാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, ആൾക്കാരുടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്ന മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും അത് വരും. എന്തായാലും പാക്കേജ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? സർവീസ് പാക്കേജ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞല്ലോ, ഇത് തരുന്നൊരു കംഫർട്ട്, ഇത് തരുന്നൊരു സേഫ്റ്റിയും വെച്ച് നോക്കുമ്പോൾ അതൊന്നും കൂടുതലല്ല. പിന്നെ ഒരു സ്റ്റാറ്റസ് തീർച്ചയായിട്ടും അതെ സമൂഹത്തിൽ സ്റ്റാറ്റസ് അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊന്നും വളരെ കൂടുതലല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ മാരിടൈം ബിൽഡേഴ്സ്. ഓക്കെ, അപ്പം ഒന്ന് ഓർത്ത് വെച്ചു മാരിടൈം ബിൽഡേഴ്സ് എല്ലാവരും. താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നോവ ഉടമയാണ്. ഇന്നോവ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു മോഡൽ വരുന്നതാണ്. നമസ്കാരം. ഉടമ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ എന്താ പറയുക, ഈ കൊമ്പമീശക്കാരനെ ഉടമയൊന്നുമല്ല, ഒരു യുവാവാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. BBA. എവിടെ? ചിന്മയ കോളേജ്. ചിന്മയ, ഇവിടെ എറണാകുളത്ത്. പേര്? ശിവ്. ശിവ്. അപ്പം ഇത് അച്ഛൻ്റെ ആയിരിക്കുമല്ലോ വണ്ടിയല്ലേ? എത്ര വണ്ടികളുണ്ട് വീട്ടിൽ? ഇപ്പം എനിക്ക് 2 ഉണ്ട്. 4 ഉണ്ടായിരുന്നു, 2 കൊടുത്തു. ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു, ഇന്നോവ ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്പോൾ ഒരു ക്രെറ്റ എടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ശിവ ഓടിക്കുന്ന ഇതാണോ? മെയിൻ ലോങ്ങിന് മാത്രമേ എടുക്കുള്ളൂ, സിറ്റി ഡ്രൈവിന് അങ്ങനെ എടുക്കാറില്ല. പിന്നെ 2 വണ്ടി ഉള്ളതുകൊണ്ട് ഇത് മാത്രമേ എടുക്കുള്ളൂ. ശരി. അല്ല, ക്രെറ്റ ഓട്ടോമാറ്റിക്കോ മാനുവലോ? മാനുവൽ. അതെന്താ മാനുവലിലേക്ക്, പുതിയ വണ്ടി എടുത്തപ്പോഴും മാനുവലിലേക്ക് പോയത്? അച്ഛന് ഓട്ടോമാറ്റിക് അങ്ങനെ ഇഷ്ടമല്ല. ശരി. അപ്പോൾ പിന്നെ മാനുവലോട്ട് തന്നെ പോയി. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ബിസിനസ്സാണ്. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ കുറച്ച് ഫ്രാഞ്ചൈസി ഷോറൂംസ് ഒക്കെ ഉണ്ട്. ജോക്കിയുടെ ഒക്കെ. ശരി. വേറെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് കുറച്ച് വേറെ ബിസിനസ്. ശരി. അപ്പോൾ ധാരാളം ഓട്ടോ ഉള്ള ആളാണ്. അല്ലേ? അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ലോങ് പോകുമ്പോൾ ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രെറ്റ എന്തുകൊണ്ടാണ് ലോങ് പോകുമ്പോൾ എടുക്കാത്തത്? ക്രെറ്റ ഇതിൻ്റെ ഒരു കംഫേർട്ട് ഒരു വണ്ടിക്കും കിട്ടാറില്ല. ഇതിൽ ഡ്രൈവർ ആണെങ്കിലും പാസഞ്ചർ ആണെങ്കിലും എല്ലാവർക്കും ഈക്വലായിട്ടൊരു കംഫേർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ക്രെറ്റയുടെ കാര്യത്തിൽ ഓടിക്കാൻ കുറച്ചൊരു കംഫർട്ട് ഇല്ലേ? അങ്ങനെ ഓടിക്കാൻ കുറച്ചുകൂടി കംഫർട്ട് ഉണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ക്രെറ്റ ഓടിച്ചു നോക്കുമ്പോൾ ഇത് ഭയങ്കര ടഫാ. പക്ഷെ എന്നാലും സീറ്റിംഗ് നോക്കുമ്പോൾ ബാക്ക് സീറ്റ് ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എല്ലാവർക്കും. അത് സത്യമാണ്, ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വരുന്നില്ല ഒന്നിനും. ഇതിപ്പോൾ പുതിയത് എടുത്തതാണോ? അന്ന് പുതിയ എടുത്ത 2007 എടുത്ത. 2007 ആണോ? 7 അത്. അത് ശരി.
അപ്പോൾ അതിനുശേഷം എന്തോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ടെസ്റ്റിന് വന്നപ്പോൾ ഒരു പുതുമ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞുള്ള ഇതാണ്. 2007 17 വർഷം പഴക്കമുണ്ട്. എത്ര കിലോമീറ്റർ ഓടിക്കാണും ഇപ്പോൾ 1,09,000. 1,09,000 ആയി. അത് ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ നേരത്തെ ഒരു ഫോർച്യൂണറെ പറ്റി പറഞ്ഞ പോലെ ഇപ്പോൾ വിറ്റാലും വാങ്ങിച്ച പൈസ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? അപ്പോൾ ഇത്രയും കാലം ഓടിച്ചിട്ട് ഇടയ്ക്കൊന്നും വിൽക്കാനൊന്നും തോന്നിയിട്ടേ ഇല്ല? ഇല്ല, വിൽക്കാൻ താല്പര്യമില്ല. ഇനിയും വിൽക്കൂലെന്നാ പറയണല്ലേ? അത്ര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം പുതിയ ഇന്നോവകളുടെ മോഡലൊക്കെ വന്നപ്പോൾ പോലും അത് വാങ്ങിക്കണം തോന്നിയിട്ടില്ല? അപ്പോൾ നോക്കിയായിരുന്നു, പക്ഷെ എന്നാലും ഇതായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു വെച്ചേ. എന്താ അറിയില്ല, ഇതായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് കുറെ കൊല്ലമായിട്ട്. ഇത് വിടാൻ തോന്നിയില്ല. അതിനുശേഷം കറ്റ വാങ്ങിച്ചല്ലോ. കറ്റ വാങ്ങിച്ചിട്ട് എത്ര കാലം ഇപ്പോൾ? ഈ ഫെബ്രുവരിയിൽ എടുത്തോളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം ആ സെഗ്മെന്റ് ധാരാളം വണ്ടികളുണ്ട്. അപ്പോൾ അതെല്ലാം ഓടിച്ച് നോക്കിയിട്ടാണ് കറ്റയിലെ കെട്ടിയത്? അതെ. ഞാൻ സെൽറ്റോസും കറ്റയും മാത്രമേ നോക്കിയുള്ളൂ. സെൽറ്റോസിൽ എനിക്ക് ഹെഡ് റൂം കുറച്ച് കുറവായിട്ട് തോന്നിയായിരുന്നു. ആണല്ലേ? ഹെഡ് റൂം കുറവാ. അതർവൈസ് എനിക്ക് കറക്റ്റ് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടും കംഫർട്ടായിട്ടും തോന്നി ഫാമിലിക്കും. പിന്നെ അതുകൊണ്ട് അതിലോട്ട് പ്രൊസീഡ് ചെയ്തു. അതിൻ്റെ കാര്യത്തിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമൊന്നുമില്ല. ആദ്യം ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വെന്റിലേറ്റഡ് സീറ്റിൻ്റെ മോട്ടറൊക്കെ പോയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് തന്നു. അതൊക്കെ ഇപ്പോഴാണ് സംഭവിച്ചു? തുടക്കത്തിൽ തന്നെ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ വാറണ്ടി ആയതുകൊണ്ട് വേറെ മോട്ടർ കൊണ്ടുവന്നിട്ട് മാറ്റി തന്നു. വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? വേറെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഇത് ഉപയോഗിച്ച് വന്നതുകൊണ്ട് തന്നെ ഈ സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ കറ്റയ്ക്കൊക്കെ ഭയങ്കര സർവീസ് കോസ്റ്റായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതെ, ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ 1000. അടുത്ത അറിയില്ല. അടുത്ത് വരുമ്പോൾ ഇതിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും വളരെ ചെറിയ സർവീസ് കോസ്റ്റേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. ഇത് ആദ്യമൊക്കെ കുറേ, ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട്. നമ്മൾ പാർട്സ് മാറ്റുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 3 സർവീസിൽ എനിക്ക് 40,000 വെച്ച് വന്നായിരുന്നു. അതിനു മുമ്പ് 10-12 40,000 വരുന്നുണ്ട് എനിക്ക്. എല്ലാം എന്തൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വേറെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഒരു യുവാവായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം കറ്റയുടെ കാര്യത്തിൽ ഇഷ്ടംപോലെ ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിനകത്താണ് ഒന്നുമില്ലല്ലോ, ഒരു സാധനങ്ങളില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു ഇപ്പം ഒരു ചെറിയ സെറ്റ് ബാക്ക് കാര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒട്ടുമില്ല. ഇല്ല, ഞാൻ അങ്ങനെ കണക്ടിവിറ്റി അങ്ങനെ നോക്കാറില്ല. നമുക്ക് ഡ്രൈവിംഗ് നോക്കിയാൽ മതി. പിന്നെ ബ്ലൂടൂത്ത് എന്തായാലും നോക്കാറുണ്ട്. ഇതിലൊരു വേറെ സെറ്റ് ആയിക്കൊണ്ട് ബ്ലൂടൂത്ത് കുഴപ്പമില്ല എനിക്ക്. ഞാൻ വേറെ അങ്ങനെ നോക്കാറില്ല. ബാക്കി ഇവിടുത്തെ ഓടിക്കാൻ എനിക്കത് മതി. അതുപോലെ ബൈക്കുകൾ ഈ ഒരു പ്രായമായതുകൊണ്ട് ചോദിക്കുകയാണ്. ബൈക്കുണ്ടോ സ്വന്തമായിട്ട്? ശ്രദ്ധിക്കാം. ബൈക്ക് വീട്ടിലില്ല, സമ്മതിക്കില്ല. അത് നല്ല കാര്യം കേട്ടോ. ആ കാര്യം ഞാൻ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കേട്ടോ. ശിവൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. കാരണം എറണാകുളത്ത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പിള്ളേരൊന്നും ഈ 2 വീലർ ഓടിക്കാതിരിക്കുന്നതാണ്. ഇവിടുത്തെ ബസ്സുകാർ കൊലപാതകങ്ങളാണ് പലരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും വളരെ നല്ല കാര്യം. അതുപോലെ ഇലക്ട്രിക് കാറുകൾ ഇപ്പോഴത്തെ ഇപ്പോൾ അതിൻ്റെ ഒരു കാലമായല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? ഞാൻ MG കോമറ്റ് നോക്കിയായിരുന്നു സിറ്റിയിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ബാക്കിൽ കയറിയിരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എടുത്തില്ല. പിന്നെ ഇലക്ട്രിക് കാർ വേറെ അങ്ങനെ നോക്കണം. ഇപ്പോൾ കുറച്ചും കൂടി വരാനുണ്ടല്ലോ. ചാർജിങ് സ്റ്റേഷനായിട്ടും അത്ര ഡെവലപ്പ് ആയിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ 3-4 ഞങ്ങൾ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിൽ നമുക്ക് ചാർജ് ചെയ്താനുള്ള സൗകര്യമില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. എങ്കിലും അതാണ് ഒരു ഭാവി എന്ന് തോന്നിയിട്ടുണ്ടോ? അതായിരിക്കും ഭാവി. അത് ഗവൺമെൻറ് അതിനോട്ടാണ് മുന്നോട്ട് പോകുന്നത്. നോക്കാം എന്തായാലും ഫ്യൂച്ചറിലെടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച 3ാമത്തെ ആൾ പോലും ഇതാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ആകട്ടെ എന്നിട്ട് നോക്കാനാണ്. കാരണം അത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് തന്നെ ആയിരിക്കും ഭാവി എന്നുള്ള കാര്യം സംശയമില്ല. കുറച്ച് കാലത്തിനകം എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കറ്റയുടെ കാര്യത്തിലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ആളാണ് നമ്മൾ കണ്ടത്. കറ്റയ്ക്ക് എന്താണ് ആ തുടക്കത്തിൽ തന്നെ ഈ ഒരു വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്നതെന്ന് അറിഞ്ഞില്ല. കാരണം പൊതുവേ മാരുതി ഹുണ്ടായൊക്കെ ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മോശമൊന്നുമല്ല. അങ്ങനെ ആദ്യമേ കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല. എന്നാലും അത് മാറ്റി കൊടുത്തു എന്ന് കേട്ടാലും സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിച്ച് BBA ഒക്കെ പാസ്സായി അച്ഛനെ ജോലിയിൽ സഹായിക്കാനായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ റോഡുകളിലെ വളരെ അപൂർവമായ ഒരു വാഹനത്തെയാണ്. അതിൻ്റെ പേര് എൻഫീൽഡ്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ മാറ്റിസ്മോ 500 എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് അപൂർവമാകുന്നത്? ഇതെങ്ങനെ വാങ്ങിച്ചു? എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്? അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഓണർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. പേര്? ജേക്കബ്. ഈ പറഞ്ഞ പോലെ വളരെ അപൂർവമായൊരു വാഹനം. ഞാൻ എന്താ പറയേണ്ടത്, ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു വാഹനവും ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കാരണം പൊടി പോലുമില്ല. ഇപ്പോൾ പറയാനും ജേക്കബ് മഴയത്തൊന്നും അങ്ങനെ ഓടിക്കാറേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇന്നേതായാലും മഴയത്ത് വെച്ചാണ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ജേക്കബ് എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഇവിടെ ഉണ്ട്, എബ്രോഡും ഉണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂഡ് ഓയിൽ, ഫർണസ് ഓയിൽ, ഡീസൽ, LDO. ശരി, അത് ഇന്ത്യയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. UAE കൺട്രീസിൽ ഇങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് സെയിൽ ചെയ്യും. ശരി, അതോളാം. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പോലെ അപൂർവമായ വാഹനം എന്ന് പറയാൻ എന്താണ് കാരണം?
ഇത് മാച്ചസ്മൂ ക്രോം 500 എന്ന് പറയും വണ്ടി. ഇത് AVL ഗ്രൂപ്പ്സ്, അതായത് ജർമ്മനിയിലുള്ള ഒരു കമ്പനി, AVL കമ്പനി ബുള്ളറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്ത വണ്ടിയാണ്. അവർ തന്നെ നിർമ്മിച്ച് കൊടുത്ത വണ്ടിയാണിത്. ഇത് ഇന്ത്യയിലാകെ 500 വെഹിക്കിൾസ് ഇറങ്ങിയിട്ടുള്ളൂ. ആകെ 500 വണ്ടിയേ ഉള്ളൂ. അത് അന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസിന് മാത്രമേ ഈ വണ്ടി കൊടുത്തിട്ടുള്ളൂ. അന്നെന്ന് പറയാം ഏത് കാലഘട്ടം? 2008-2009 ഈ 2 വർഷം ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ആകെ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് ഏകദേശം 1,80,000 രൂപ വിലയുണ്ട് ഈ വണ്ടിക്ക്. ആ കാലത്ത് മാരുതി എയ്റ്ററിന്റെ പോലും വില ഇല്ല. ആ സമയത്ത് 1,80,000 രൂപ. ബാക്കിയുള്ള ബുള്ളറ്റ് വണ്ടികൾക്ക് ഏകദേശം 55 രൂപ 48 രൂപ ആ റേഞ്ച് നിൽക്കുമ്പോഴാണ് ബുള്ളറ്റ് ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കുന്നത്. ബിക്കോസ് ഇതിന്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി അതൊന്നും പറയാതിരിക്കാൻ പറ്റാത്തൊരു ഇതാണ് ഇതിന്റെ ബിൽഡ്. ഇത് നമ്മൾ വേറൊരു സാധാരണ ഒരു ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോഴത്തേക്കിനും മറ്റുള്ള വണ്ടിയെ കുറ്റപ്പെടുത്തി പറയുകയല്ല, നമ്മളിപ്പോൾ മാരുതി അല്ലെ ടൊയോട്ട ഓടിച്ചിട്ട് ഒരു ജർമ്മൻ വണ്ടി, ഒരു സ്കോഡ വോക്സ്വാഗൻ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതായത് ഒരു സ്റ്റെബിലിറ്റി, നമ്മൾ എത്ര സ്പീഡ് എടുക്കുമ്പോഴും ടേൺ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്കൊരു സെക്യൂർ ഫീൽ തരും. അതൊരു വേറെ തന്നെയാണ്. സാധാരണ വണ്ടിയെക്കാട്ടി വെയിറ്റ് ഇത്തിരി കൂടുതലാണ്, ലെങ്ത് സ്വല്പം കൂടുതലാണ്. പിന്നെ ഇത് മൊത്തം അലൂമിനിയം കാസ്റ്റിംഗ് ആണ്. ആ സമയത്ത് ആദ്യമായിട്ട് ഇത്രയും വലിയ ഡിസ്ക് ബ്രേക്ക് ഇറക്കിയിരിക്കുന്നത് ബുള്ളറ്റ് ഫസ്റ്റ് ഈ വണ്ടിയിലാണ് ഡിസ്ക് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ബുള്ളറ്റ് സെൽഫ് സ്റ്റാർട്ട് ഇറക്കിയിരിക്കുന്നതും 5 സ്പീഡ് കാറ്റഗറി കൊണ്ടുവന്നതും ഈ ബൈക്കിലാണ്. 2008 തന്നെ സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, 5 സ്പീഡ് ഗിയർ ബോക്സും ഉണ്ട്. അത് ഗിയർ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. ഗിയർ ലെഫ്റ്റിലാണ് ഗിയർ, ബ്രേക്ക് അപ്പുറത്താണ്. അപ്പോൾ ആർക്ക് വേണേലും ഓടിക്കാനുള്ള കംഫർട്ടബിളാണ് അന്ന് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പ്രശ്നമായിരുന്നു ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലാണ്. ആ സമയത്താണ് ഈ ബുള്ളറ്റാണ് ആ കാറ്റഗറിയിൽ തന്നെ ഇത്രയും വലിയ ഡിസ്ക് ബ്രേക്ക് ആയിട്ട് ഇറക്കുന്ന ഒരു വണ്ടി. അത് നല്ല പെർഫെക്റ്റ് ആണ്. അവര് ഇതിപ്പോ ഇവിടെ നിർമ്മിക്കാത്തത് കൊണ്ടാണ് നല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സാധനം ചെയ്തു വന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും അത് ഫ്രഞ്ച് വണ്ടിയാണ് ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ അല്ലേ. അതാണ് അതിന്റെ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റ്സ് പോലും ഇല്ല. നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതിപ്പോ ഇവിടുത്തെ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു? നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അവരിങ്ങനെ അതിശയിച്ചാണ് നോക്കുന്നത്. അയ്യോ ഇതുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത് എല്ലാവരും. കാരണം വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നുള്ളൂ. അപ്പൊ അവർ ചോദിക്കുന്നത് എങ്ങനെ ഇപ്പോഴും കൊണ്ടുനടക്കുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പ്ലേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനി ഫുള്ള് ഒന്നും നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കമ്പനി വന്നിരിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ്. ഞാനിപ്പോൾ റീസ്റ്റോർ ചെയ്തപ്പോൾ പോലും ഇതിന്റെ ലൈൻ പോലും ഇപ്പോൾ എല്ലാവരും സ്റ്റിക്കറാണ്. ഞാനത് കറക്റ്റായിട്ട് കോട്ടയത്ത് ഒരാളെ കൊണ്ട് വരപ്പിച്ചതാണ്. അയാൾ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചു തരും. അതുപോലും പെയിന്റ് ആണ്, ഒന്നും എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടില്ല. ശരി. അപ്പോൾ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജേക്കബ് വാങ്ങിക്കുമ്പോൾ ഈ അവസ്ഥ അല്ലായിരുന്നോ? ഏകദേശം ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടി റീസ്റ്റോർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ടാങ്ക് എല്ലാം കമ്പനി വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളൊന്ന് പോളിഷ് ചെയ്ത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കൊക്കെ അങ്ങനത്തെ വന്നിരിക്കുന്നത് അങ്ങനെ സെയിം തന്നെ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ പാർട്സ് ഇപ്പോൾ അവൈലബിൾ ആണോ? പാർട്സ് അവൈലബിലിറ്റി ചില പാർട്സുകൾ അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ എൻ്റെ ഒരു മെക്കാനിക് ഉണ്ട്, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആള്. ഞാൻ വിളിക്കാം. സിജു വന്നിട്ടുണ്ട്. സിജു ആണ് ഇതിൻ്റെ മെക്കാനിക് അല്ലേ? നമസ്കാരം. അപ്പോൾ സിജു ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നോ ഈ വണ്ടി? അവൻ ഇത് ജേക്കബ് ഏൽപ്പിക്കുന്ന സമയത്ത് ഈ മാജിസ്മോ 500 ഈ ഒരു കണ്ടിട്ടുണ്ട് ആണോ? എറണാകുളത്ത് വേറെ ഉണ്ടോ? എറണാകുളത്തുണ്ട്. ഉണ്ട്. ശരി. അപ്പോൾ ഇത് അതിൻ്റെ പാർട്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നോ? അവൈലബിൾ അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് എടുത്ത് തരും. ശരി. ഓക്കെ. അപ്പോൾ എത്ര കാലം എടുത്തു ഇത് റീസ്റ്റോർ ചെയ്ത് വരാൻ? ഇത് റീസ്റ്റോർ ചെയ്ത് വരാനായിട്ട് ഏകദേശം എനിക്കൊരു 1 ഇയർ ടൈം എടുത്തിട്ടുണ്ട് ഏകദേശം. പക്ഷേ അതിൻ്റെ ചില പാർട്സുകൾ പുള്ളിക്ക് നിർബന്ധമായിരുന്നു. ഇത് ഫുള്ളി ഒറിജിനാലിറ്റി തന്നെ ചെയ്യണമെന്ന് ഈ പുള്ളിക്കാരന് ഭയങ്കര നിർബന്ധം. എറണാകുളത്ത് ഫുള്ളി ഒറിജിനാലിറ്റി ഒരു മാച്ചസ്മൂ ക്രോം 500 ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്നെ കൊണ്ട്, ചേട്ടാ നമ്മൾ ചെയ്യുമ്പോൾ ഫുൾ ഒറിജിനാലിറ്റി തന്നെ ചെയ്യണം, ഒന്നും വേറെ വെക്കരുത്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ പറയും ഇല്ല കുഴപ്പമില്ല നമുക്ക് ഇപ്പോഴത്തെ മോഡലിൽ ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളി സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഈ 1 ഇയർ ടൈം എടുത്തത്. ഇല്ലെങ്കിൽ നേരത്തെ ഇത് തന്നെ പ്ലേറ്റിംഗ് ഒക്കെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേറ്റിംഗ് ആണ് സെന്റ് മേരീസ് പ്ലേറ്റിംഗ് എന്ന് പറയും, കാഞ്ഞിരപ്പള്ളിയുള്ള. ഇന്ത്യയിൽ വേൾഡ് വൈഡ് നമ്മൾ നോക്കിയാൽ പോലും പുറത്തു നിന്നൊക്കെ അവർ USA കാനഡയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും വിന്റേജ് കാസിന്റെ. സെന്റ് മേരീസ് പ്ലേറ്റിംഗ് അമേസിംഗ് പ്ലേറ്റിംഗ് ആണ്, ഗ്യാരണ്ടി. അപ്പോൾ വൺ മിസ്റ്റർ ടോണിയാണ് അതിന് MD വരുന്നത്. പുള്ളിയുടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ റിക്വയർമെന്റ് ആണ്, എനിക്ക് വണ്ടി അത്ര പെർഫെക്റ്റ് ആയി കിട്ടണമെന്ന് പറഞ്ഞു. പുള്ളി അത് ഫുള്ള് ചെക്ക് ചെയ്ത് ചില സാധനങ്ങൾ പുള്ളി പറഞ്ഞു നമുക്കത് മാറ്റി വേറെ പുതിയത് മേടിച്ചിട്ട് പ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അവൈലബിലിറ്റി ഞങ്ങൾ നോക്കിയിട്ട് പുതിയത് മേടിച്ചു, പിന്നെ പ്ലേറ്റ് ചെയ്തു. ഇതിൻ്റെ സ്പോക്ക് അടക്കം വരെ പുള്ളി എനിക്ക് പ്ലേറ്റ് ചെയ്ത് തരുവാണ് ചെയ്തത്. സാധാരണ സ്പോക്ക് ചെയ്യത്തില്ല, പക്ഷെ പുള്ളിയുടെ പ്ലേറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും ഗ്യാരണ്ടിയാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ട് പുള്ളി എല്ലാ അറിയാം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്തൊരു വണ്ടിയാണ്. ഇത്രയും ചെയ്തിട്ട് 1 ഇയറിന് മുകളിലായി, പക്ഷെ ഇപ്പോഴും അതിനോട് ഒരു പ്രോബ്ലം ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാനിത് മഴയത്ത് എടുക്കാറുമില്ല. സെക്കൻഡ് ഹാൻഡ് അല്ലേ എടുത്തത്? ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തു. ഞാൻ എടുക്കുമ്പോൾ ഒരു 14,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഏകദേശം 21,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. കേരള രജിസ്ട്രേഷൻ തന്നെ, കേരള രജിസ്ട്രേഷൻ തന്നെയാണ്, എറണാകുളം രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇത് മനസ്സിലിങ്ങനെ കൊണ്ടുവരുന്ന ആഗ്രഹമായിരുന്നു. ഇത് എൻ്റെ ഒരു കസിൻ ബ്രദറിന് ഈ വണ്ടി ഉണ്ടായിരുന്നു. പുള്ളി അത് ഹോൾഡറേഷൻ ചെയ്ത് വേറൊരു മോഡലൊക്കെ ആക്കി. പക്ഷെ അത് ഓടിക്കുമ്പോൾ കിട്ടിയൊരു ഫീല്, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഈ വണ്ടി തപ്പി നടക്കുമായിരുന്നു. ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ നോക്കും ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പി നടന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മുത്തിനെ എനിക്ക് കിട്ടിയത്. തന്നെ അത് ഇവിടെ എറണാകുളത്ത് തന്നെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുന്ന എൻഫീൽഡിന്റെ വണ്ടികൾക്കുള്ള ആ കാലത്തെ വണ്ടികൾക്കുള്ള പ്രശ്നങ്ങളുണ്ട്. ഹീറ്റ് ആകുന്നു, വൈബ്രേഷൻ, അതൊക്കെ ഉണ്ടോ ഇതിന്? ഒന്നുമില്ല. ഈ ഒരു ഹീറ്റിങ്ങോ വൈബ്രേഷൻ, ട്രാവലിംഗ് കംഫർട്ട് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എവിടെ ഹിൽ ടോപ്പിലാണോ, നമുക്ക് എവിടെയെങ്കിലും ഓഫ് റോഡ് കയറാനാണെങ്കിലോ ഈ വണ്ടി കയറുന്ന പോലെ വേറെ വണ്ടി കയറത്തില്ല. അത് അത്ര പെർഫെക്റ്റ് ആണ്. ഇതിന്റെ പവറും ടോർക്കും എല്ലാം തന്നെ ഒരു അമേസിംഗ് ആണ് ഈ വണ്ടി. അന്നൊന്നും 500cc എന്ന് പറയാനുള്ള വണ്ടികളില്ല. 500cc ഇല്ല വണ്ടി. ആ സമയത്താണ് ഈ ബുള്ളറ്റ് എൻഫീൽഡ് തന്നെ ഈ ഒരു 500cc വണ്ടി ഇറക്കുന്നത്. ഫുള്ളി അലൂമിനിയം കാസ്റ്റ് ആണ് എഞ്ചിനൊക്കെ. അപ്പോൾ അതിൻ്റെതായ ഒരു എഫിഷ്യൻസിയും ആ ഒരു പവറും കംഫർട്ട്നെസ്സും എല്ലാം ഇതിലുണ്ട്. ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആണ്. നമുക്ക് അതാ പറഞ്ഞ ട്രാവലിംഗ്, നമുക്ക് ലോങ് ട്രാവലിംഗ് റൈഡേഴ്സിന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. പണം ഇറക്കിയപ്പോൾ തൊട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏകദേശം ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങി. അപ്പൊ ഇപ്പൊ ആൾക്കാർ തപ്പി നടക്കുന്നുണ്ട് ഈ ഒരു വണ്ടി, ഭയങ്കരമായിട്ടും തപ്പി നടക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി കിട്ടുന്ന വെച്ചാൽ റൈഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിന്റെ സീറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഈവൻ ബാക്കി ഇരിക്കുന്ന ആൾക്കൊക്കെ എത്ര കംഫർട്ടബിൾ ആണ് വണ്ടി, പുതിയ വരുന്ന വണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പഴയ തന്നെയാണോ? എല്ലാം പഴയ തന്നെ. ഞാൻ ഇതിന്റെ ഹെഡ്ലൈറ്റ് പോലും മാറ്റി നമുക്ക് പുതിയ മോഡൽ വണ്ടികൾ ഏതെങ്കിലും ഹെഡ്ലൈറ്റ് കേട്ടിട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. പുള്ളി അതേപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പുള്ളി വെച്ചാൽ പള്ളുരുത്തിയിൽ ആണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ് ഉള്ളത്. ബുള്ളറ്റ് മാത്രമേ ചെയ്തുള്ളൂ. പുള്ളിയുടെ ഫാദറായിട്ട് ഇവിടെ നമ്മൾ ആരോട് വെച്ചാലും സിദ്ധന്റെ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടാവുന്ന കരുതുന്നു. ബുള്ളറ്റ് ഉള്ളവർക്ക് സിദ്ധന്റെ പള്ളുരുത്തി സിദ്ധന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനൊരു എന്താ പറയുക എക്സാമ്പിൾ ആയിട്ട് കാണിക്കാവുന്ന വണ്ടി തന്നെയാണിത്. എത്ര ഗംഭീരമായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ പറയാൻ പാടെന്ന് പറയുന്നത് റീസണബിൾ ആണ്. കാരണം എൻ്റെ കുറച്ച് റൈഡേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയുള്ള. അവർ വരെ അവിടെ നിന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ കൊടുക്കും. കാരണം എനിക്കൊരു ഡിഫറൻസ് തോന്നി പറഞ്ഞാൽ ഇപ്പോഴത്തെ മെക്കാനിക്സും പുള്ളിയുടെ ഫാദറിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊരു മെക്കാനിക്കാണ്. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊരു സർവീസ് എന്ന് പറയും. കാരണം സാധനങ്ങൾ മാറി വെക്കുക, അതേ ഉള്ളൂ. ഇവരെന്ന് പറയുമ്പോൾ ആ സാധനം തന്നെ ശരിയാക്കി വെക്കുക എന്നൊരു വ്യത്യാസമുണ്ട്. രണ്ടും ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നില്ല. റീപ്ലേസ്മെന്റ് ആണ്. ആ ഒരു വ്യത്യാസമാണ് രണ്ടും നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ റൈഡേഴ്സിന് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഫണ്ടിന്റെ ഒരു പ്രോബ്ലം വരുമല്ലോ. അപ്പോൾ അതിലൊക്കെ റീസണബിലിറ്റിയും പിന്നെ പെർഫെക്ഷനൊക്കെ നോക്കുമ്പോൾ മിക്കവരും ദൂരെ നിന്ന് പോലും ഇവിടെ വന്ന് വണ്ടി കൊടുത്ത് പോകുന്ന ആൾക്കൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ഇതിന്റെ പഴയ ഉടമയ്ക്ക് ഇതിന്റെ ഒരു എന്താ പറയുക പ്രാധാന്യം ശരിക്കും മനസ്സിലായിട്ടില്ല. പുള്ളി മനസ്സിലാകാതാണ് എനിക്ക് തന്നത്. പിന്നെ പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കാനും പോയില്ല. പുള്ളിക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ഇതിന്റെ വാല്യൂ ഒന്നാന്ന് പുള്ളിക്കാരനും അറിയത്തില്ല. ഇത് കാണുമ്പോൾ ചിലപ്പോൾ പുള്ളി മനസ്സിലാക്കും. ശരിക്കും വാല്യൂ അറിയത്തില്ല പുള്ളിക്കാരനും. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. പുള്ളി നോക്കിയപ്പോഴത്തേക്കിനും ഒരു സെൽഫ് സ്റ്റാർട്ട് ഉള്ള ബുള്ളറ്റ്, അത്രേ പുള്ളിയുടെ കോൺസെപ്റ്റിലുള്ളൂ. ഇത് AVL ആണോ 500 ആണോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ പുള്ളി ഓടിച്ചുകൊണ്ടിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതുവരെ എഞ്ചിനൊന്നും ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല, ഇതൊന്നും അയച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ഒന്നും എക്സ്ട്രാ മെക്കാനിക് വർക്ക്സ് ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനകത്ത്. എല്ലാം സെയിം ഷോറൂം വന്നിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാനെന്ന് അറിയോ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി അറിയാത്തവർ പോലും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ഇനിയുള്ള വണ്ടിക്കെല്ലാം വില കൂടുകയും ചെയ്യും. ഉറപ്പായിട്ടും സാധ്യതയുണ്ട് ഇതിനകത്ത്. കാരണം ഇത് ഇറക്കിയപ്പോൾ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു റോഡ് അപ്പിയറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മിക്കവരും എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, ഫോട്ടോ എടുക്കാൻ വരും. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇതെന്ന് പറയുന്നില്ല. അല്ല തീർച്ചയായിട്ടും. പക്ഷേ ആൾക്കാർ ചോദിക്കും വന്നിട്ട് വണ്ടി കൊടുക്കുന്നു എന്ന് ചോദിക്കും. എനിക്ക് ഇതേപോലെ തന്നെ വേറൊരു ബൈക്കും ഉണ്ട്, സുസുക്കി ഷാവലിൻ 5 സ്പീഡ്. ഷാവലിനുണ്ടല്ലേ? ഞാനത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്താണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതേപോലെ തന്നെ ഷോറൂം കണ്ടീഷൻ. അതും ഞാൻ ഇറക്കി കൊണ്ടുനടക്കുമ്പോഴത്തേക്കിനും അപ്പോൾ തന്നെ ആൾക്കാർ വരും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർ വരും.
കൊടുക്കുന്നു ഇല്ല കൊടുക്കത്തില്ല. ഷാവലിനെ ഈ പറഞ്ഞ പോലെയാണ് ഒരു കാലത്തെ താരമായിരുന്നു. ആ സമയത്ത് ആദ്യത്തെ 5 സ്പീഡ് ബൈക്കാണ്. ആ സമയത്ത് ആദ്യത്തെ 5 സ്പീഡ് ബൈക്ക്. അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര രസമാണ്. അതിന്റെ ഒരു സ്മൂത്ത്നെസ് ഇപ്പോഴും ആ ഷോറൂം കണ്ടീഷനിൽ ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുന്നതാണ്. ഏകദേശം ഒരു 24 years ആയി വണ്ടി എൻ്റെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്നത്. അത് നമുക്ക് നമ്മുടെ മറ്റേ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് പഴയ വണ്ടികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉണ്ട്, സീരീസ് ഉണ്ട്. അതിൽ നമുക്കൊരു ദിവസം ഷാവലിൻ കൊണ്ടുവരിക. നമുക്കത് പുതിയ തലമുറയിൽ അറിയാത്തവരൊക്കെ ഒന്ന് അറിയട്ടെ ഷാവലിനെ പറ്റി. എന്നാൽ ഇതൊരു അമേസിങ് എന്താ പറയുക പീസ് ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. കാരണം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമല്ല. അതിന് സിജുവിൻ്റെ കാര്യത്തിലും ജേക്കബിൻ്റെ കാര്യത്തിലും നമുക്ക് 100% മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ഇത് അറിയാത്തവരുണ്ടാകാം തീർച്ചയായിട്ടും. കാരണം ഞാൻ 500 മാച്ചസ്മോ കേട്ടിട്ടുണ്ട്, പക്ഷേ ക്രോം എന്ന് പറഞ്ഞൊരു എഡിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അതിനെപ്പറ്റി അങ്ങനെ കേൾക്കുന്നത്. അതായാലും അതേ രൂപത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഷാവലിനായിട്ട് വീണ്ടും കാണും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിജോ. അപ്പോൾ ഇനിയും വണ്ടികൾ ഇതുപോലെ ഒറിജിനലി റീസ്റ്റോർ ചെയ്ത് മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ത്യയിൽ അപൂർവമായ റോയൽ എൻഫീൽഡിൻ്റെ മാച്ചിസ്മോ ക്രോം എഡിഷൻ കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും റാപ്പിഡ് ഫയർ ഇഷ്ടപ്പെടുന്നതായിരുന്നു. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകേണ്ട നേഴ്സുമാർക്ക് വേണ്ടി ആപ്പിൾ RN ക്ലാസ്സസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ട് നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.